അയ്യോ, കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു മേയറുടെ സ്വന്തം വാർഡിൽ NDA സ്ഥാനാർത്ഥി റനീഷ് ലീഡ് ചെയ്യുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ജയിച്ചാൽ അത് ചരിത്രമാണ്. PCR അനഘേനൊന്ന് നമുക്ക് വേഗം കിട്ടണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്ന ഒരിടമായി കോഴിക്കോട് കോർപ്പറേഷൻ മാറുകയാണ്. പൊച്ചമലിൽ NDA സ്ഥാനാർത്ഥി മേയർ ബീന ഫിലിപ്പിന്റെ സ്വന്തം തട്ടകത്തിൽ NDA സ്ഥാനാർത്ഥി റനീഷ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ നിമിഷം കാണാൻ സാധിക്കും. റനീഷ് വെല്ലുവിളിച്ചിരുന്നു, ഞാൻ ജയിക്കുന്നു. സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിച്ചാണ് മറ്റൊരിടത്ത് മത്സരിച്ചത്. അദ്ദേഹത്തിന് ഈസിയായി ജയിക്കാൻ കഴിയാവുന്ന ഒരു സീറ്റ് ഉപേക്ഷിച്ച് വെല്ലുവിളിച്ച് മറ്റൊരു സീറ്റിൽ പോയി മത്സരിച്ചതാണ്. അവിടെയാണ് BJPയുടെ കോഴിക്കോട് നേതാവ് റനീഷ് ഇപ്പോൾ ലീഡ്. തിരുവനന്തപുരം നഗരസഭ ഫോർട്ട് വാർഡിൽ NDA സ്ഥാനാർത്ഥി ഹരികുമാർ 1100 കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലീഡ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വ്യക്തമായി തന്നെ തിരുവനന്തപുരം നഗരസഭ ഉറപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ NDAയുടെ സമ്പൂർണ്ണമായ മേധാവിത്വത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുകയാണ് എന്ന് തന്നെ വേണം. ബിനീഷ് ചേരുകയാണ്. 9 പഞ്ചായത്ത് കിട്ടിയാൽ ബിനീഷിന് തീർച്ചയായും ജ്യോതിഷ പ്രവചനത്തിലേക്ക് കൂടി കടക്കാവുന്നതാണ്. എല്ലാ അധികാരവും ഉണ്ട്. ഒപ്പം ബിനീഷ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? BJPയുടെ ഒരു സമ്പൂർണ്ണ മേധാവിത്വം എന്ന നിലയിൽ നമുക്ക് ഈ വരുന്ന 1 മണിക്കൂറിനകത്ത് കാര്യങ്ങളെ പ്രവചിക്കാൻ കഴിയുമോ? പറയൂ ബിനീഷ്. തീർച്ചയായിട്ടും BJPയുടെ ഒരു സമ്പൂർണ്ണ മേധാവിത്വം എന്ന് നമുക്ക് പൂർണ്ണമായി ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ എണ്ണുന്നത്. ആ പ്രദേശങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. അല്ലാതെ CPM ഈ ശക്തി കേന്ദ്രങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കുമെന്ന് CPM നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും CPMന് ഇതുവരെയും സാധിച്ചിട്ടില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ചന്തവിള വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, ചെമ്പഴന്തി വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, ഈസ്റ്റ് വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, മേലാങ്കോട് വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ശ്രീവരാഹം വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, മണക്കാട് വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, ചാല വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, ഫോർട്ട് വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, പെരുന്താന്നി വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, ശ്രീകണ്ഠേശ്വരം വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു, തമ്പാനൂർ വാർഡിൽ BJP ലീഡ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഒരു ചെറിയ തോതിൽ BJPക്ക് അടിയേറ്റത് എന്ന് പറയാൻ സാധിക്കുന്നത് നേമത്താണ്. പക്ഷേ നേമം തിരിച്ചു പിടിക്കുമെന്നാണ് BJPയുടെ മുതിർന്ന നേതാവ് MR ഗോപൻ അടക്കമുള്ളവർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ലീഡ് നിലകൾ മറിയാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാ വാർഡുകളിലും BJP പ്രതീക്ഷിച്ചു തരുന്നതിന് സമാനമായ ഒരു ലീഡ് തന്നെയാണ് BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ LDFിൻ്റെ വാദങ്ങൾ അത് പൊളിയുമ്പോൾ അത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം LDF പറഞ്ഞിരുന്നത് 55-ലേറെ സീറ്റുകളിൽ വിജയിച്ചു വരുമെന്നാണ്. പക്ഷേ UDFനും ഉദ്ദേശിച്ച ഒരു മേൽക്കൈ ഇതുവരെയും നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലീഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. 10 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ BJPയുടെ ലീഡുള്ളതെങ്കിൽ 5 അല്ലെങ്കിൽ 5-6 സ്ഥലങ്ങളിൽ LDFിൻ്റെ ലീഡ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് UDFിൻ്റെ ലീഡ് വെറും 2 സ്ഥലങ്ങളിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നേമമാണ്. നേമം BJPയുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അവിടെ ഏകദേശം 200 വോട്ടുകൾക്ക് പുറകിലാണ് BJP സ്ഥാനാർത്ഥി എന്നതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മറ്റെല്ലാ മേഖലകളിലും BJP സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യഘട്ടം മുതൽ തന്നെ BJPയുടെ ലീഡ് തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് 10ലേക്ക് എത്തി നിൽക്കുന്നു. ഈ തരത്തിൽ പോകുകയാണെങ്കിൽ നേരത്തെ BJP പറഞ്ഞ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് പുറകിലായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നാലാഞ്ചിറയിലാണ്. നാലാഞ്ചിറ ഇവിടെയാണ് പ്രധാനമായ കൗണ്ടിംഗ് നടക്കുന്നത്. എനിക്ക് പുറകിലായി നിരവധി CPM പ്രവർത്തകരാണ് അണിനിരന്നിട്ടുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ BJP വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ വലിയ ലീഡുകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.